വിനയമാണ് ജീവിത വിജയത്തിന് ആധാരമായ സദ്ഗുണം. ഞാൻ അഭിലാഷ് നാരായണൻ, കൊല്ലം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മഹത്വപൂർണമായ ജീവിത വിജയമുണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും വേണ്ട ശ്രേഷ്ഠമായ ഗുണം വിനയമാണ്. ആ വിനയത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഗർവിലേക്കും അഹന്തയിലേക്കുമൊക്കെ പ്രവേശിക്കുന്നത്. നമ്മുടെ വിജ്ഞാന സംഹിതകൾ നമ്മളെ പഠിപ്പിക്കുന്നത് വിദ്യ കൊണ്ട് നേടേണ്ടത് വിനയമാണ്. വിദ്യയുടെ യഥാർത്ഥ ലക്ഷണം എന്ന് പറയുന്നത് തന്നെ വിനയമാണ്. ഇവിടെ നമുക്ക് ഹനുമാന്റെ ഒരു ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം. ഹനുമാൻ സ്വാമി സീതാന്വേഷണ വേളയിൽ ലങ്കയിലേക്ക് എത്തി സീതാദേവിയെ കണ്ടു, വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ ശ്രീരാമന്റെ ദൂതനായി താനിവിടെ വന്നു എന്നത് ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ പിഴുത് എറിയാൻ തുടങ്ങി. ഈ സമയത്ത് ഓടിയെത്തിയ അസുരന്മാരെ എല്ലാവരെയും അദ്ദേഹം നിഗ്രഹിച്ചു. ഒടുവിൽ മേഘനാഥൻ ആ ഹനുമാൻ സ്വാമിയെ ബന്ധിച്ച് രാവണ സദസ്സിലെത്തിച്ചു. ആ രാവണ സദസ്സിൽ എത്തിക്കുമ്പോൾ ആ പരാക്രമിയായ അനവധി അസുരന്മാരെ നിഗ്രഹിച്ച ആ പരാക്രമിയായിട്ടുള്ള ആ ഹനുമാനോട് രാവണൻ ചോദിക്കുന്നുണ്ടോ, നീ ആരാ? ഹനുമാൻ ഒരുപക്ഷെ തൻ്റെ ശക്തി പ്രകടിപ്പിച്ച് നിൽക്കുന്ന ഈ വേളയിൽ ഞാൻ ഹനുമാനാണ് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ അവിടെ ഹനുമാൻ വളരെ വിനയത്തോട് പറയുന്നത് ദാസോഹം കോസലേന്ദ്രസ്യ, ഞാൻ കോസല രാജാവായ രാമന്റെ ദാസനാണ്. അവിടെ ആ ദാസ്യഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ ഭഗവാനോടുള്ള ഭക്തിയും അവിടെ തനിക്ക് ഭഗവാനോടുള്ള വിനയഭാവത്തെയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവിടെ വളരെ കൃത്യമായി ഹനുമാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഹനുമാൻ സ്വാമി രാവണനോട് പറയുന്നുണ്ട്, ഹേ രാവണ, ദാസനായ എൻ്റെ ശക്തി തന്നെ ഇത്രയാണെങ്കിൽ എൻ്റെ യജമാനൻ്റെ ശക്തി അതെത്ര കണ്ട് വലുതാണ് എന്ന് വളരെ കൃത്യമായ ബോധം നിനക്കുണ്ടാവണം. ആ ബോധം നിന്നിലേക്ക് വന്നാൽ നിനക്ക് തെറ്റുതിരുത്താനുള്ള അവസരമായി ഇത് മാറും. അങ്ങനെ ഭഗവാന്റെ ദാസനാണ് എന്ന ഭാവത്തെ സദാസമയത്തും പ്രകടിപ്പിച്ചുകൊണ്ട് വിനയഭാവത്തോടുകൂടി നമുക്കറിയാം പട്ടാഭിഷേക വേളയിൽ ബാക്കി എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരാകുമ്പോൾ ഹനുമാൻ സ്വാമി തനിക്ക് ഉപസ്ഥിതനാകാൻ തിരഞ്ഞെടുക്കുന്നത് ഭഗവാന്റെ പാദങ്ങളാണ്. ആ ഭഗവാന്റെ പാദങ്ങളിൽ വിനയത്തോടുകൂടി കൈകൂപ്പുന്ന ഹനുമാൻ സ്വാമിയെപ്പോലെ ജീവിതത്തിൽ വിനയത്തെ വർദ്ധിപ്പിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.